ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന 5 തെരഞ്ഞെടുപ്പുകളാണ് ഏപ്രിൽ മെയ് മാസങ്ങളിലായി നടക്കാൻ പോകുന്നത്. ആസാം, കേരള, അതോടൊപ്പം തന്നെ തമിഴ്നാട്, പശ്ചിമ ബംഗാൾ എന്നീ 4 സംസ്ഥാനങ്ങളും പുതുച്ചേരി എന്ന കേന്ദ്രഭരണ പ്രദേശവും പോളിംഗ് ബൂത്തിലേക്ക് പോവുകയാണ്. ഈ 4 സംസ്ഥാനങ്ങൾ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ല. അതായത് തമിഴ്നാട്ടിൽ മാത്രമാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള DMK-ക്ക് ഭരണമുള്ളത്. ആസാമിൽ BJP-യുടെ ഭരണമാണ്. പശ്ചിമ ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരിച്ചുകൊണ്ടിരിക്കുന്നു. പുതുച്ചേരി ഭരിക്കുന്നത് NR കോൺഗ്രസ് ആണ്. ഇത്തവണ ഈ പുതുച്ചേരി അടക്കമുള്ള എല്ലാ പ്രദേശങ്ങളിലും ഭരണത്തിലേക്ക് തിരികെ എത്തുക എന്നതാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. വലിയ പ്രചരണ പ്രവർത്തനങ്ങൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും DK ശിവകുമാറും സച്ചിൻ പൈലറ്റും KJ ജോർജും മധുസൂദനൻ മിസ്ത്രി അടക്കമുള്ള ദേശീയ രാഷ്ട്രീയത്തിലെ 1ാം നിര 2ാം നിര നേതാക്കന്മാരെല്ലാം ചേർന്നുകൊണ്ടാണ് ഈ സംസ്ഥാനങ്ങളിൽ അധികാരം തിരിച്ചുപിടിക്കാൻ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് നയിച്ചുകൊണ്ടിരിക്കുന്ന. കേരളത്തിൽ നിന്ന് ആരംഭിച്ച നമുക്ക് ആസാമിന്റെ രാഷ്ട്രീയ ചിത്രം വരെ വിശദമായി പരിശോധിക്കാം. അതായത് 5 സംസ്ഥാനങ്ങൾ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസിന്റെ പ്രതീക്ഷ എന്തെല്ലാമാണ്? ഏത് തരത്തിലാണ് ഇത്തവണ കോൺഗ്രസ് പ്രതീക്ഷ അർപ്പിക്കുന്നത്? കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ നിർണായകമായ തെരഞ്ഞെടുപ്പാണ്. അതിപ്പോ ഈ 5 ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന 5 സ്ഥലങ്ങളും കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ്. ഒരു ഡു ഓർ ഡൈ തെരഞ്ഞെടുപ്പ് എന്നൊക്കെ പറയേണ്ടി വരും. എന്തായാലും ഈ 5 സ്ഥലങ്ങളിലും തെരഞ്ഞെടുപ്പ് നടക്കുന്ന 4 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്രഭരണ പ്രദേശത്തും കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ നിലയിൽ നിന്ന് വലിയ മെച്ചപ്പെടൽ അല്ലെങ്കിൽ വലിയ മാറ്റം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരളം എടുത്താൽ കോൺഗ്രസിന് അല്ലെങ്കിൽ UDF-ന് അധികാരത്തിൽ വരാൻ കോൺഗ്രസ് കൂടിയുള്ള ഐക്യ ജനാധിപത്യ മുന്നണിക്ക് അധികാരത്തിൽ വരാനുള്ള സാധ്യതയുണ്ട്. തമിഴ്നാട് എടുത്താൽ ഇപ്പോൾ കോൺഗ്രസ് ഒറ്റയ്ക്കല്ല ഭരിക്കുന്നത്, DMK-യുടെ കൂടെയാണ്. പക്ഷെ അവിടെ ഒരു കാര്യമുണ്ട്, തമിഴ്നാട്ടിൽ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആയിരിക്കും. ആ ഒരു രീതിയിൽ ഒരു വളർച്ചയുണ്ട്. പുതുച്ചേരി ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ എടുക്കുമ്പോൾ കോൺഗ്രസിന് തിരികെ വരാനും വലിയ സാധ്യതകളുള്ള സ്ഥലങ്ങൾ തന്നെയാണ്. കോൺഗ്രസിന് ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പാണ്. കോൺഗ്രസിന്റെ തലമുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ കോൺഗ്രസിന്റെ മുഖമായ രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ പ്രചരണത്തിനെത്തുമ്പോൾ അതെല്ലാം കോൺഗ്രസിന് അനുകൂലമാകും. കേന്ദ്ര സർക്കാരിനോടുള്ള ഒരു എതിർപ്പ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടുകളോടുള്ള എതിർപ്പ് പോലും ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കോൺഗ്രസിന് ഇതൊരു എളുപ്പ തെരഞ്ഞെടുപ്പ്. പല സംസ്ഥാനങ്ങളിലും കോൺഗ്രസിന് തെരഞ്ഞെടുപ്പ് വളരെ എളുപ്പമാണ് വിജയിക്കാൻ. മറ്റു ചില സംസ്ഥാനങ്ങളിൽ കുറച്ചധികം ഹാർഡ് വർക്ക് ചെയ്യണം. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ നിലവിലെ കോൺഗ്രസിന്റെ സാഹചര്യത്തിൽ നിന്ന് അവസ്ഥയിൽ നിന്ന് വലിയ മാറ്റം വരുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. നമുക്കറിയാം, ആസാം ഒരു കാലത്ത് കോൺഗ്രസ് അതിന്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയ സംസ്ഥാനമാണ്. തരുൺ ഗൊഗോയ് എന്ന കോൺഗ്രസിന്റെ നേതാവ് മുഖ്യമന്ത്രി പദത്തിലിരുന്ന വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളുടെ റാണി എന്ന് വിശേഷിപ്പിക്കുന്ന തേയിലത്തോട്ടങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ആസാമിൽ കോൺഗ്രസ് അതിന്റെ പ്രതാപകാലത്തേക്ക് മടങ്ങി വരാനുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ ദിവസം മുൻ കോൺഗ്രസ് അധ്യക്ഷൻ പാർട്ടി വിട്ട് BJP-യിൽ ചേർന്നിട്ടുണ്ടെങ്കിലും ഇതെല്ലാം തരണം ചെയ്ത് കോൺഗ്രസിന് തിരിച്ചു വരാൻ കഴിയുമെന്ന് തന്നെയാണ് കോൺഗ്രസ് നേതൃത്വം ശുഭാപ്തി വിശ്വാസം പങ്കുവെക്കുന്നത്. മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയുടെ മകൻ ഗൗരവ് ഗൊഗോയ്, ഇന്ന് അദ്ദേഹം ലോക്സഭാ MP ആണ്, ആസാം PCC അധ്യക്ഷനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ വലിയ പ്രചരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. ആസാം മുമ്പെങ്ങുമില്ലാത്ത രൂപത്തിൽ മതപരമായി ആസാമിനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ, BJP സർക്കാർ ഭിന്നിപ്പിക്കുകയാണ്. ആസാമിലെ ജനങ്ങളെ ഹിന്ദുവെന്നും മുസൽമാനെന്നും പറഞ്ഞുകൊണ്ട് അവരെ ഭിന്നിപ്പിച്ച് അതിൽ നിന്ന് നേട്ടം കൊയ്ത് ആസാമിന്റെ മലമടക്കുകളിൽ ജാതിയുടെ മതത്തിന്റെ പേരിൽ വർഗീയതയുടെ പേരിൽ ആസാമിലെ ജനങ്ങളെ ഭിന്നിപ്പിച്ച് തമ്മിലടിപ്പിക്കുന്ന അതിദയനീയമായ കാഴ്ച രാജ്യത്തെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നാഴികക്ക് 40 വട്ടം വർഗീയതയുടെ വിഷം തുപ്പുകയാണ്. ആസാം മുഖ്യമന്ത്രിയുടെ വിഷലിപ്തമായ വാക്കുകൾക്ക് ജനാധിപത്യത്തിലൂടെ മറുപടി നൽകി ഈ മതവർഗീയവാദത്തിനെതിരെ ആസാമിലെ ജനങ്ങളെ സംഘടിപ്പിച്ച ആസാം സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെ, ആസാം സർക്കാരിന്റെ ജനവിരുദ്ധ ഭരണത്തിനെതിരെ ശക്തമായ പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുമ്പോൾ അത് തങ്ങൾക്ക് അനുകൂലമായ വോട്ടായി മാറുമെന്നാണ് ആസാം പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ഗൗരവ് ഗൊഗോയ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയെ പോലെ, പ്രിയങ്ക ഗാന്ധിയെ പോലെ, DK ശിവകുമാറിനെ പോലെ, സച്ചിൻ പൈലറ്റിനെ പോലെ, കനയ്യകുമാറിനെ പോലെ, പവൻ ഖേരയെ പോലെ ഉള്ള നേതാക്കന്മാർ, കോൺഗ്രസിന്റെ 1ാം നിര 2ാം നിര നേതാക്കന്മാർ അവിടെ അസ്സാമിൽ പ്രചരണത്തിനെത്തുകയും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുടെയും നേതൃത്വത്തിലുള്ള സ്റ്റാർ ക്യാമ്പയിനർമാർ, അതായത് മുൻ രാജസ്ഥാൻ മുഖ്യമന്ത്രി അശോക് ഗെഹ്ലോട്ടിനെ പോലെയുള്ള ആളുകൾ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി ദിഗ്വിജയ് സിംഗിനെ പോലെയുള്ള ആളുകൾ എല്ലാം അവിടെ പ്രചരണ പ്രവർത്തനങ്ങളുമായി എത്തുമ്പോൾ അത് കോൺഗ്രസിന് ഒരു പുത്തൻ ഉണർവ് നൽകുകയും കോൺഗ്രസിന് ആസാം രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയും. അതിനുവേണ്ടിയുള്ള നിലമൊരുക്കുന്ന ജോലിയാണ് ഇപ്പോൾ ഗൗരവ് ഗൊഗോയ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആസാമിൽ ഇത്തവണ അധികാര
അധികാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുമെന്ന ശുഭാപ്തി വിശ്വാസമാണ് കോൺഗ്രസ് ക്യാമ്പ് പങ്കുവെക്കുന്നത്. ഇപ്പുറത്ത് പശ്ചിമ ബംഗാൾ നീണ്ട 35 വർഷക്കാലം CPM അടക്കി ഭരിച്ച സംസ്ഥാനത്താണ് തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസ് അധികാരം പിടിക്കുന്നത്. അവിടെ CPMന്റെ അല്ലെങ്കിൽ BJPയുടെ മറ്റൊരു പതിപ്പാണ് തൃണമൂൽ കോൺഗ്രസ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തികച്ചും ഒരു ഏകാധിപതിയെ പോലെ മറ്റ് ഇതര രാഷ്ട്രീയ പാർട്ടിയുള്ള പ്രവർത്തകന്മാരെ കായികമായി മർദ്ദിച്ച് അവരെ കൊലപ്പെടുത്താൻ നേതൃത്വം നൽകുന്ന തൃണമൂൽ സർക്കാരിനെതിരായ ശക്തമായ വികാരം അവിടെയുണ്ട്. അവിടെ ഒരു ഭാഗത്ത് തൃണമൂൽ കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, ഇടതു രാഷ്ട്രീയ പാർട്ടികൾ CPM ഉണ്ട്. അവിടെയാണ് കോൺഗ്രസ്. ഈ 4 രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു ചതുഷ്കോണ മത്സരമാണ് ബംഗാളിൽ നടക്കാൻ പോകുന്നത്. ബംഗാളിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമെന്ന് കോൺഗ്രസ് നേതാക്കന്മാർ 100% ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നില്ല. അധീർ രഞ്ജൻ ചൗധരിയെ പോലെയുള്ള തൃണമൂൽ കോൺഗ്രസിനെ നേർക്കുനേർ നിന്ന് പോരാടുന്ന നേതാക്കന്മാരുടെ കരുത്ത് തന്നെയാണ്, അവരുടെ നെഞ്ചുറപ്പ് തന്നെയാണ് ഇപ്പോഴും പശ്ചിമ ബംഗാളിലെ കോൺഗ്രസിന്റെ കരുത്ത്. അവിടെ അവർ പറയുന്നത് ഇപ്രാവശ്യം മമതാ ബാനർജിക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ ഷോക്ക് ആ തൃണമൂൽ കോൺഗ്രസിന് നൽകും. അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ സഹായമില്ലാതെ ഒറ്റയ്ക്കാണ് കോൺഗ്രസ് ബംഗാളിൽ തെരഞ്ഞെടുപ്പിൽ നേരിടുന്നത്. ഒറ്റയ്ക്ക് മത്സരിച്ച ബംഗാളിന്റെ മണ്ണിൽ ഒരു പുതിയ ചരിത്രം രചിക്കാൻ ഇത്തവണ കഴിയുമെന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ കണക്കുകൂട്ടൽ. തൊട്ടിപ്പുറം മറ്റൊരു സംസ്ഥാനം കേരളത്തോട് അതിർത്തി പങ്കിടുന്ന തമിഴ്നാടാണ്. തമിഴ്നാടിൽ DMK ദ്രാവിഡ മുന്നേറ്റ കഴകം, സ്റ്റാലിന്റെ കരുണാനിധിയുടെ പാർട്ടിയായ ദ്രാവിഡ മുന്നേറ്റ കഴകം ഇന്ത്യ സഖ്യത്തിലുള്ള പാർട്ടിയാണ്. അവിടെയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ DMKയും ഒരുമിച്ച് സഖ്യമായി മത്സരിക്കുന്നത്. സഖ്യത്തിന്റെ സീറ്റ് ചർച്ചകൾ ഒക്കെ മുന്നോട്ട് പോവുകയാണ്. അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ശ്രീപെരുമ്പത്തൂര് രാജീവ് ഗാന്ധി മരിച്ച മണ്ണാണ്. വൈകാരികതയുള്ള കോൺഗ്രസിനേറെ വൈകാരികപരമായ ഒരു സംസ്ഥാനമാണ് തമിഴ്നാട്. ആ തമിഴ്നാട് സംസ്ഥാനത്ത് അധികാരത്തിൽ ഇത്തവണയും DMKയോടൊപ്പം അധികാരത്തിലേക്ക് എത്തുക എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം. ഇതുവരെ അന്തിമമായ ഒരു സഖ്യം ഒന്നും എത്തിയിട്ടില്ല. പക്ഷേ DMKയോടൊപ്പം തന്നെ കോൺഗ്രസ് മത്സരിക്കുമ്പോൾ എന്തായാലും സീറ്റ് ചർച്ചകൾ പുരോഗമിക്കുകയാണ്. അതിനുശേഷം മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തതയുള്ളൂ. തൊട്ടപ്പുറത്ത് കേരളവുമായും ആന്ധ്രയുമായും തമിഴ്നാടുമായും എല്ലാം അതിർത്തി പങ്കിടുന്ന അല്ലെങ്കിൽ ഇതിലെല്ലാം ചേർന്ന് നിൽക്കുന്ന ഒരു കേന്ദ്രഭരണ പ്രദേശമാണ് പുതുച്ചേരി. ഒരു ഭാഗത്ത് NR കോൺഗ്രസും മറുഭാഗത്ത് കോൺഗ്രസും തമ്മിലുള്ള ഒരു നേർക്കുനേർ പോരാട്ടമാണ്. അവിടെ ഇത്തവണ കോൺഗ്രസിന് ജയിക്കാൻ കഴിയും. വൈദ്യലിംഗത്തെ പോലെയുള്ള നേതാക്കന്മാർ കോൺഗ്രസിനെ നയിക്കുന്ന കേന്ദ്രഭരണ പ്രദേശമാണ്. അവിടെ അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിനെതിരായ ശക്തമായ വികാരമുണ്ട്. ഇത്തവണ ഒരു സംശയവുമില്ല, അവിടെ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന ഉറച്ച ആത്മവിശ്വാസം തന്നെയാണ് കോൺഗ്രസ് ക്യാമ്പിനുള്ളത്, കോൺഗ്രസ് നേതൃത്വത്തിലുള്ള. അവിടെ കോൺഗ്രസിന്റെ നേതൃത്വത്തിലാണ്, കോൺഗ്രസിന്റെ MP ആണ് പുതുച്ചേരിയിലുള്ളത്. വലിയ പ്രചരണ പ്രവർത്തനങ്ങളും ഒക്കെയുമായി കോൺഗ്രസ് മുന്നോട്ട് പോകുന്നു. ആ പ്രചരണ പ്രവർത്തനങ്ങളെല്ലാം വോട്ടായി മാറി ഇത്തവണ പുതുച്ചേരിയുടെ ഭരണം പിടിക്കാൻ കഴിയും. മറ്റൊന്ന് കേരളമാണ്. കേരളം 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. ഇത്തവണ ഭരണമാറ്റം ഉണ്ടാകും. കേരളത്തിന്റെ മണ്ണിൽ പുതുയുഗം വിരിയുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ നേതൃത്വത്തിലുള്ള യാത്ര പുരോഗമിക്കുകയാണ്. കോൺഗ്രസ് ഏറെ പ്രതീക്ഷ വെച്ച് പുലർത്തുന്ന സംസ്ഥാനമാണ്. മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിലുള്ള സ്ക്രീനിംഗ് കമ്മിറ്റി കനയ്യകുമാറും KJ ജോർജും സച്ചിൻ പൈലറ്റുമാണ് അതിലെ അംഗങ്ങൾ. സച്ചിൻ പൈലറ്റിനെ പോലെയുള്ള ഒരു യുവ നേതാവ് രാജസ്ഥാനിൽ നിലംപരിശായ കോൺഗ്രസിനെ രാജസ്ഥാന്റെ അധികാരത്തിലേക്ക് ഭരണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പ്രയത്നിച്ച, അത് തിരിച്ചു കൊണ്ടുവരാൻ സാധ്യമാക്കിയ നേതാവാണ് സച്ചിൻ പൈലറ്റ്. ആ സച്ചിൻ പൈലറ്റ് കേരളത്തിലുണ്ട്. മധുസൂദനൻ മിസ്ത്രിക്ക് കേരളത്തിന്റെ രാഷ്ട്രീയ കൃത്യമായി അറിയാവുന്ന, രാഷ്ട്രീയ ഭൂപടം അറിയാവുന്ന നേതാവാണ്. മധുസൂദനൻ മിസ്ത്രിയുടെ നേതൃത്വത്തിൽ സ്ക്രീനിംഗ് കമ്മിറ്റി സുസജ്ജമായി മുന്നോട്ട് പോകുന്നു. എല്ലാ കമ്മിറ്റികളും ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോകുമ്പോൾ കേരളത്തിൽ കോൺഗ്രസിന്റെ വസന്തം വിരിയുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ. മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ഉജ്ജ്വലമായൊരു മുന്നേറ്റം, കേരള രാഷ്ട്രീയത്തിലേക്ക് ഒരു കൊടുങ്കാറ്റ് കണക്കെയുള്ള കോൺഗ്രസിന്റെ തിരിച്ചുവരവായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉണ്ടാവുക എന്ന് തന്നെ നമുക്ക് വിലയിരുത്താൻ കഴിയുന്നുണ്ട്.